നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിൽ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ സമനില നേടിയെടുക്കാൻ ഇന്റർ മയാമിക്ക് സാധിച്ചിരുന്നു. നാഷ്വില്ലെ എഫ്സിയെയാണ് അവർ സമനിലയിൽ തളച്ചിട്ടുള്ളത്. രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത്. ആദ്യം ഇന്റർ മയാമി 2 ഗോളുകൾക്ക് പുറകിൽ പോവുകയായിരുന്നു. പിന്നീട് സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും നേടിയ ഗോളുകളിലൂടെ ഇന്റർ മയാമി മത്സരത്തിലേക്ക് തിരികെ വരികയായിരുന്നു. ഇനി രണ്ടാം പാദ പ്രീ ക്വാർട്ടർ പോരാട്ടം സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഇന്റർ മയാമി കളിക്കുക. ഏതായാലും നോർത്ത് അമേരിക്കയിലെ ചാമ്പ്യൻസ് ലീഗ് ആണ് കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പ്. നേരത്തെ ഇതിൻ്റെ പേര് കോൺകക്കാഫ് ചാമ്പ്യൻസ് ലീഗ് എന്നായിരുന്നു. അത് പിന്നീട് ചാമ്പ്യൻസ് കപ്പ് എന്ന പേരിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ നോക്കൌട്ട് ഫോർമാറ്റിലാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടത്തപ്പെടുന്നത്. അതായത് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ടൂർണമെന്റിൽ ഇല്ല, മറിച്ച് 2 പാദങ്ങളായുള്ള നോക്കൌട്ട് ഘട്ട മത്സരങ്ങളാണ് ഉള്ളത്. ഇന്റർ മയാമി ഈ ചാമ്പ്യൻസ് കപ്പിന് യോഗ്യത നേടാനുള്ള കാരണം അത് ലീഗ്സ് കപ്പാണ്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിലെ ലീഗ്സ് കപ്പ് കിരീടം സ്വന്തമാക്കിയത് ഇന്റർ മയാമി ആയിരുന്നു. ഇതോടുകൂടിയാണ് നേരിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു യോഗ്യത ഇപ്പോൾ ഇന്റർ മയാമിക്ക് ലഭിച്ചിട്ടുള്ളത്. മെക്സിക്കൻ ക്ലബ്ബായ ലിയോണാണ് നിലവിലെ ഇതിലെ ജേതാക്കൾ. മെക്സിക്കൻ ക്ലബ്ബായ ക്ലബ്ബ് അമേരിക്കയാണ് ഈ കോമ്പറ്റീഷൻ ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ളത്. 7 തവണ അവർ ഈ ഒരു കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, മെക്സിക്കൻ ക്ലബ്ബുകളുടെ ഒരു സമഗ്രാധിപത്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക. 38 കിരീടങ്ങൾ അവരാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇത്തവണ ലയണൽ മെസ്സിയും സംഘവും കിരീട ഫേവറേറ്റുകളാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.